യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണെന്നോ? ഷോളയാർ ഡാമിന്റെ റിസർവോയർ ഭാഗത്തു നിന്നോ? അവിടുത്തെ റോഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ത്യൻ റോഡ്സിനൊരു നാണക്കേടുണ്ടാക്കാത്ത വിധം നല്ല മിനുസം. കുഴിയോ ചളിക്കുന്തോ നമ്മുടെ നാട്ടിലെ പോലെ വെട്ടിപ്പൊളിച്ച സർജറി പാടുകളോ ഒന്നും അവിടെയില്ല. അങ്ങേയറ്റം ഒരു വശം നിറയെ ചായത്തോട്ടം, മറുവശം ഡാമിലെ വെള്ളം. ആ അന്തരീക്ഷത്തിൽ ഒരു ട്രാക്ടർ തേയില ലോഡുമായി പോകുന്നത് കണ്ടപ്പോൾ ഹേയ്, ഞാൻ സിനിമയിലാണോ എന്ന് തോന്നിപ്പോയി. തണുപ്പാണ് അവിടുത്തെ മെയിൻ ഐറ്റം. മഴ പെയ്യുമോ ഇല്ലയോ എന്നൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് വാൽപ്പാറ ടൗണിലേക്ക് യാത്ര. ടൗണിൽ ഇറങ്ങിയപ്പോൾ പൊള്ളാച്ചി ഗ്രാമഭംഗി. റോഡിന്റെ സൈഡിൽ പഴക്കടക്കാരും പച്ചക്കറിക്കാരും അടിച്ചു പൊളിക്കുന്നു. പിന്നെയാണ് നമ്മുടെ സെലിബ്രിറ്റി അതിഥി വരുന്നത്, സിംഹവാലൻ കുരങ്ങൻ. ഒരു കൂട്ടം തന്നെ. മരത്തിൽ ജിംനാസ്റ്റിക്സ് കളിക്കുന്നവരും ടെറസിൽ തലമുതിർന്ന ആളായി ഇരിക്കുന്നവരുമൊക്കെയുണ്ട്. ഞാൻ നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ പോസ്റ്റ് ചെയ്യാൻ വയ്യ എന്ന മട്ടിൽ മുഖം തിരിച്ചു. വാൽപ്പാറയുടെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങുന്നതേ അവിടുന്നാണ്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡ്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയതും പഴയ കൂട്ടുകാരൻ മഴ വീണ്ടും വന്നതും. മഴയത്ത് വളവുകൾ കയറി അവസാനം 32ാമത്തെ വളവിൽ നമ്മുടെ കാർവർ മാർഷൽ പ്രതിമയുടെ അടുത്ത് ഒരു ബ്രേക്ക് എടുത്തു. അവിടെ വെച്ച് ഒരു ചൂടുള്ള ചായയും മഴയ്ക്ക് പറ്റിയ ബജ്ജിയും കഴിച്ചു. മൊത്തം 40 ഹെയർപിൻ വളവുകളുണ്ട് ഈ റൂട്ടിൽ. ഓരോ വളവും റൈഡർമാർക്ക് ഒരു അടിപൊളി ചലഞ്ചാണ്. വളഞ്ഞും പൊളഞ്ഞുമുള്ള ആ റോഡ് മഴയുടെ കൈത്താന്ന് കിട്ടിയപ്പോൾ കിടിലനായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ കഥ നിർത്തി. സൂര്യൻ എഴുന്നള്ളി വന്നു. തണുപ്പ് കുടുംബസമേതം പോയി. പകരം ഒരു സന്തോഷ ബട്ടർഫ്ലൈ ഫീൽ. മലയിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആളിയാർ ഡാമും അതിന്റെ റിസർവോയറും കണ്ടത്. അപ്പോഴും റോഡിൽ കുരങ്ങന്മാർ. ഇവർക്ക് പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. താഴോട്ടുള്ള യാത്രയിൽ എന്റെ ബൈക്കിന്റെ പിൻ ബ്രേക്ക് സാലറി കിട്ടാത്ത ജീവനക്കാരനെ പോലെ പണിമുടക്കി. ഒരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നോ എന്നൊരു സംശയം. എങ്കിലും മുൻ ബ്രേക്കും ഗിയർ ഡൗൺ ഷിഫ്റ്റും വെച്ച് സംഭവം കൈകാര്യം ചെയ്തു. ആളിയാർ ഡാമിലെത്തുമ്പോൾ സമയം പോയതുകൊണ്ട് നടന്നവരെ നോക്കി വെള്ളമിറക്കി വണ്ടി വിട്ടു. രാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് പൊള്ളാച്ചിയിലെത്തി. അവിടെ നിർത്തി ഒരു മസാല ദോശയുടെ അളിയനെ അകത്താക്കി. 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് കേരള ബോർഡർ കടന്ന് നേരെ പാലക്കാട് വഴി സേഫ് ലാൻഡിംഗ്.